ഇറാനിൽ 4-6 ആഴ്ചയ്ക്കുള്ളിൽ ലക്ഷ്യം കാണുമെന്നായിരുന്നു ട്രംപും പെന്റഗണും നടത്തിയ പ്രാഥമിക വിലയിരുത്തൽ. ആ ടൈം ലൈൻ വെച്ചുകൊണ്ടായിരുന്നു US ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികൾ. ഭരണ സൈനിക നേതൃത്വം ഇല്ലാതാകുന്നതോടെ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലേക്ക് വരും എന്നായിരുന്നു ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഒക്കെ കണക്കൂട്ടൽ. എന്നാൽ മിസൈലുകൾ ചീറിപ്പാഞ്ഞെത്തുമ്പോഴും ഭരണത്തലവന്മാരുടെയും സൈനിക നേതൃത്വത്തിന്റെയും ജീവനെടുക്കുമ്പോഴും ശക്തമായി പ്രതിരോധിക്കുകയാണ് ഇറാൻ. US-നെതിരെ പ്രതികാരം ചെയ്യാതെ അടങ്ങിയിരിക്കില്ലെന്നാണ് പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ മുന്നറിയിപ്പ്. യുദ്ധം തുടങ്ങിയ US-ഉം ഇസ്രായേലും അത് അവസാനിപ്പിക്കട്ടെ എന്നാണ് ഇറാൻ സൈന്യത്തിന്റെ നിലപാട്. യുദ്ധത്തിന്റെ അവസാനം ഇനി ഞങ്ങളുടെ കൈകളിലാണെന്ന ആത്മവിശ്വാസവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ സ്ഥിരാകേന്ദ്രമായ ഖർഗ് ദ്വീപ് ലക്ഷ്യമിട്ട് US-ഉം ഇസ്രായേലും നടത്തിയ ആക്രമണമാണ് ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കിയത്. രാജ്യത്തെ എണ്ണയുടെ 90% കയറ്റുമതി ചെയ്യുന്നത് ഈ ദ്വീപ് വഴിയാണ്. ശരാശരി 13 ലക്ഷം മുതൽ 16 ലക്ഷം വരെ ബാരൽ എണ്ണയാണ് പ്രതിദിനം ഇവിടെ നിന്ന് കയറ്റിപ്പോകുന്നത്. 1.8 കോടി ബാരൽ കരുതൽ ശേഖരമായും സൂക്ഷിച്ചിട്ടുണ്ട്. ഖർഗിനേൽക്കുന്ന ഏതൊരു ആക്രമണവും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയാണ് ആദ്യം ബാധിക്കുക. പിന്നാലെ അത് ആഗോള എണ്ണ വിപണിയെയും അസ്ഥിരപ്പെടുത്തും. അവിടേക്ക് ട്രംപും നെതന്യാഹുവും നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് ഇറാൻ US സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്നത്. സൗദി അറേബ്യ, ദുബൈ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിൽ കനത്ത ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. ഇറാഖ് തീരങ്ങളിലെ എണ്ണ ടാങ്കറുകൾ വരെ ആക്രമിക്കപ്പെട്ടു.